സംഗീതം പഠിച്ച ആളാണല്ലോ, നിങ്ങളെങ്ങനെയാ ജയിലിലെത്തിയത്? അതൊരു വലിയ കഥയാ, വെറുതെ സമയം കളയാനേ ഉള്ളൂ. ഓഹോ, നമുക്ക് അതിന് മാത്രം ഇവിടെ എന്ത് ജോലിയാണുള്ളത് സാർ? ടൈം വേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ടൈം പാസിനായിട്ടെങ്കിലും എന്തെങ്കിലും പറ സാർ. എല്ലാ കുട്ടികളും മാനസിക ഉല്ലാസവും സന്തോഷത്തിനും വേണ്ടി കഷ്ടപ്പെടുമ്പോൾ എൻ്റെ മകൻ മാത്രം ഞാൻ പറയുന്നത് മാത്രം വിശ്വസിച്ച് നിൽക്കുക. അത്ര വലിയ കാര്യം സാർ എന്താ പറഞ്ഞത്? എന്താ മോനെ, അമ്മയുടെ പൊന്നു മോനല്ലേ? കരയല്ലേ? എടാ, ഇപ്പോഴും ഞാൻ ചിരിച്ച 10 പെണ്ണുങ്ങൾ വീഴോടാ. വാറക്കാതിരിക്കും, വൃത്തികെട്ട മണം അടിക്കുന്നു. തമാശ പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കാതെ മോന്റെ കരച്ചിലൊന്ന് മാറ്റാൻ നോക്ക്. കരയില്ലടാ മോനെ, ചക്കരക്കുട്ടൻ. കരയില്ലടാ മോനെ, കരയില്ലടാ മോനെ. അച്ഛണ്ടാ, ടൂത്ത് പേസ്റ്റ് മാറ്റടാ, ബാഡ് സ്മെൽ വരുന്നുണ്ട്. അച്ഛനെ കളിയാക്കുന്നുണ്ടടാ. നല്ല അടിവെച്ച് കൊടുക്കട ഇവന്. അച്ഛനെ അടിച്ചോടാ, എല്ലാരും അടിക്കും. ആഹാ, കരച്ചില് മാറ്റിയെടുത്തല്ലോ. എന്താ മോനെ, അമ്മയുടെ അടുത്ത് ചെല്ലടാ. അമ്മയുടെ പൊന്നു മോനല്ലേ? അവൻ ഉശിരുള്ള ആൺകുട്ടിയാ. അവൻ എപ്പോഴെങ്കിലും കരഞ്ഞാ എന്റെ അടുത്ത് കൊണ്ടുപോലെ. നോക്കി, ഇവൻ സെർലാക്ക് കഴിക്കുന്നില്ല. അവൻ കരയാണോ? ഇങ്ങോട്ട് കൊണ്ടുപോവാ. അവൻ ഇങ്ങോട്ട് താ, അച്ചക്കുട്ടൻ ഇങ്ങ് താ, എന്റെ അടുത്തേക്ക് താ, ഞാൻ കരച്ചിൽ മാറ്റാം. അയ്യോടാ, അച്ചക്കുട്ടനെ കരച്ചിൽ മാറ്റി തരാട്ടോ. ദാ നോക്കിയേ, തീ വെച്ച് നോക്കി എങ്ങനെ അടിക്കുന്ന നോക്കിയേ. അവനെ എന്റെ അടുത്തേക്ക് വിടടി. അത് കണ്ടോ, ഓട്ടക്കാരൻ കണ്ടോ? അടിക്ക്, ഇപ്പൊ സന്തോഷായില്ലേ? മിടുക്കൻ. ഇനി ഓട്ടക്കറി കേട്ടോ. അവൻ ഇപ്പോഴും തല്ലിക്കൊണ്ടിരിക്കുക. ആളുകളെല്ലാം എന്നെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു അടി കൊടുത്തിരിക്കണം സാർ, അവൻ സാറിന്റെ വഴിക്ക് വന്നേനെ. താൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 10ാം ക്ലാസ് ഫെയിലാ സാർ. നിന്നേക്കാ പഠിപ്പുണ്ട്. നീ എനിക്ക് ഐഡിയ പറഞ്ഞു തരണ്ട. അടിയൊക്കെ നടന്നിട്ടുണ്ട്. ഡാ, ഇവനെന്തിനാടാ നീ തല്ലിയത്? ഇതല്ലാതെ വേറെ വഴിയില്ല. നിനക്കിത് ശീലമായിപ്പോയി. കൈ കാണിക്കടാ. അടി കിട്ടി കഴിഞ്ഞിട്ട് നീ കിടന്ന് എൻജോയ് ചെയ്യുവാണോടാ? അടി കൊടുത്താലും ഹാപ്പിയാണ്, അടി വാങ്ങിയാലും ഹാപ്പിയാണ്. അടിച്ചാലും ഹാപ്പി, അടി കൊണ്ടാലും ഹാപ്പിയോ? ഇതെന്ത് ഭ്രാന്താ സാറേ? അപ്പോഴേ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴെന്താ പൊസിഷൻ? നിങ്ങൾ സ്റ്റുഡൻസ് ആണോ അതോ ഗുണ്ടകളാണോ അങ്ങനെ നടു റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കാൻ? ഇനിയൊരു പ്രാവശ്യം അടിപിടി കേസിൽ എൻ്റെ കൺമുമ്പിൽ പെട്ട ഗുണ്ട ആക്ട് പ്രകാരം നിന്നെയൊക്കെ പിടിച്ച ഉള്ളിലിടും ഞാൻ. മനസ്സിലായടാ? 2 ബാച്ചിലുള്ള ആൾക്കാരുടെ പേരും അഡ്രസ്സും സെപ്പറേറ്റ് എഴുതിയെടുത്തിട്ട് പറഞ്ഞു വിട്ടാൽ മതി. ശരി സാർ. നീയൊക്കെ ഈ സൈഡിലേക്ക് പോ. നീയൊക്കെ അങ്ങോട്ട് പോയാൽ മതി. നീ ഏതാ ബാച്ച്? ഞാൻ ഇവരുടെ കൂട്ടത്തിലില്ല സർ. പിന്നെ റോട്ടിൽ കൂടെ പോകുന്ന വഴിക്ക് ഒരു ഇൻട്രസ്റ്റ് കണ്ട് കയറി പോയതാ സർ. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇതെന്താടാ, സരിഗമ പ്രോഗ്രാം ആണോടാ? നീ എന്തിനാ പഠിക്കണേ? CBRTയിൽ CSE ആണ് സർ. നിന്റെ അപ്പം പഠിക്കാനായി ലക്ഷങ്ങൾ ഫീസ് കെട്ടുമ്പോൾ നീ എന്താടാ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നത്? റോട്ടിൽ കൂടി അടിയുണ്ടാക്കി നടക്കുകയാണോ വേണ്ടത്? ഈ കാര്യം നിന്റെ അപ്പനറിഞ്ഞാ എന്ത് ഫീൽ ആവുന്നറിയോ? അറിയാം സർ. സത്യത്തിൽ ചെറുപ്പം മുതൽ എന്നെ എൻകറേജ് ചെയ്ത അദ്ദേഹമാണ് സർ. നിന്റെ അച്ഛനോട് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരാൻ പറ. ഇവനൊക്കെ ശീലമായി പോയി. ഇവനെ പിടിച്ച് അകത്തിട്ട് സാർ. ഇവനൊക്കെ ശീലമായി പോയി. കോൺസ്റ്റബിൾ സാർ, ഈ പയ്യനെ പറഞ്ഞു വിട്ടിട്ട് ഇയാളെ പിടിച്ച് വൈകുന്നേരം വരെ സെല്ലിലിട്. സാർ, മകൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛനെ പിടിച്ച് ശിക്ഷിക്കുന്നത് എന്തിനാണ് സാർ? ഇവൻ കുട്ടിയായിരുന്നപ്പോ മറ്റുള്ളവരെ തല്ലാൻ ഏത് നിയമത്തിലാ പറഞ്ഞിട്ടുള്ളത്? മൊത്തം കാര്യം നീ പറഞ്ഞല്ലേ.
സാർ ഒരു പ്രാവശ്യം കൂടി. ആഹാ, ഒരു പ്രാവശ്യം കൂടിയില്ല. ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടി ഇവന് ഇനി തല്ലുണ്ടാക്കിയ നിന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടും. അത് തന്നെ ഇപ്പോഴത്തെ പ്രശ്നം. സാർ നിങ്ങളുടെ ഫേറ്റ് ഫാൻ്റെ കുടിച്ച് ഈ സിഐയുടെ കൈയും പെട്ടതാ. ഇവൻ ഭയങ്കര സാഡിസ്റ്റാ. മുളക് പൊടി വിതറി വായിൽ ഐസ്ക്രീം ഇടുന്ന ടൈപ്പാ. കഴിയുമെങ്കിൽ നിങ്ങളെ മകനെ മാറ്റ്, അല്ലെങ്കിൽ ഈ നാട് വിട്ട് പോവാൻ നോക്ക്. ഓ, ഈ 10ാം ക്ലാസ് തോറ്റ അവന്റെ വാക്ക് കേൾക്കണ്ടെന്ന് വെച്ചാ സെയിം പ്ലേസാ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം. ഈ കഥയും മുന്നോട്ട് പോവും. എന്താടി, എന്തെങ്കിലും സ്വപ്നം കണ്ടെഴുന്നേറ്റാണോ? അതെ, നമ്മുടെ മകൻ കാരണം 10 പേര് വന്ന് നിങ്ങളെ വെട്ടിക്കൊല്ലുന്നു. എന്റെയും പേടി അത് തന്നെയാടി. അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാ എന്നെ അടി പൊക്കുന്നത്. മരപ്പോത്തെ സ്വപ്നോ കണ്ടത്, കാരണം അറിയില്ല. എന്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ പോലും അറിയാതെ ഞാനൊരു സിഗരറ്റ് വലിച്ചു. അതെൻ്റെ അച്ഛൻ കണ്ടുപിടിച്ചു. പക്ഷെ അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തിയില്ല. സിഗരറ്റ് വലിക്കാൻ എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചതിന് ശേഷം അച്ഛൻ എന്നെ ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റൂമിൽ മൊത്തം സിഗരറ്റ് പാക്കറ്റുകൾ ഒരു കൂമ്പാരം തന്നെയായിരുന്നു. ഇതിലൊരെണ്ണം പോലും മിച്ചം വെക്കാതെ മൊത്തം സിഗരറ്റും വലിച്ചു തീർക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കഥ കടച്ചിട്ട് പൂട്ടിയിട്ട് പോയി. എടി എഴുന്നേക്ക്, ഞാൻ നിന്റെ സൂത്രം കാണിച്ചാൽ നീ എഴുന്നേക്ക്. എന്തേത്? ഒന്ന് എഴുന്നേറ്റ് വാടി വേഗം. അന്നത്തെ രാത്രി മൊത്തം ഞാൻ കുത്തിയിരുന്ന് ഓരോ സിഗരറ്റും മാറി മാറി വലിച്ച് മൊത്തം ഞാൻ വലിച്ചു തീർത്തു. രാവിലെ കതക് തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ സിഗരറ്റിന്റെ സ്മെല്ല് വരുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലാതായി. സിഗരറ്റ് എന്ന് പറഞ്ഞ് എനിക്ക് വെറുപ്പായി മാറി. അന്ന് നിർത്തിയതാ ഞാൻ പുകവലി. പിന്നെ ഞാൻ പുക വലിച്ചിട്ടേ ഇല്ല. നിന്റെ മകൻ അടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്ത. നമ്മളും അതുപോലെ ഏതെങ്കിലും അടി നടക്കുന്ന സ്ഥലത്ത് ഇവനെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് അതോടെ അവന്റെ അടിയുടെ പ്രാന്ത് മാറിക്കിട്ടും. നിങ്ങൾക്ക് എന്താ വട്ടാണോ? നമ്മുടെ കൂടെ ഉള്ളപ്പോ തന്നെ ഇങ്ങനെയാ. അപ്പൊ പിന്നെ അവനെ വേറെ എങ്ങോട്ടെങ്കിലും പറഞ്ഞയച്ചാലോ? എടി പ്രാന്തി, നമ്മളുള്ളതിന്റെ ബലത്തിലാണ് അവൻ ഈ കിടന്ന് അടിയുണ്ടാക്കുന്നത്. അടി വേറെ എവിടെങ്കിലും ആണെങ്കിൽ ഒത്തു തീർക്കാൻ അച്ഛനുണ്ടാവില്ല എന്നുള്ള ബോധം അവനുണ്ടാവും. അടി കിട്ടി കഴിയുമ്പോൾ എണ്ണയും കുഴമ്പിട്ട് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളും. തൽക്കാലം നമുക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് അവനെ കൊണ്ടാക്കുന്നതാണ് ബുദ്ധി. ആ സ്ഥലം എവിടെയായിട്ടാ? തിരുപ്പുറം, കേരളം തമിഴ്നാട് ബോർഡറിലാണ്. 1930 തമിഴ്നാടിൽ നിന്നും കേരളം പിരിഞ്ഞപ്പോ ആ മതില് തിരുപ്പുറത്തെ 2ആയി വിഭജിച്ചു. അതിലൊരു വിഭാഗം തമിഴുമായി, ഒരു വിഭാഗം മലയാളികളുമായി. ഇവിടെയുള്ളവർ അങ്ങോട്ടും പോകാൻ പാടില്ല, അവിടെയുള്ളവർ ഇങ്ങോട്ടും വരാൻ പാടില്ല. വേലിക്കപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് അവർ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാടിനെ 2ആയിട്ട് തരം തിരിച്ചത് എല്ലാവരും ജീവനോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നീയൊക്കെ എന്താടാ തമ്മി തല്ലി ചാവുന്നു? എടാ കേശവ, അവരിലൊരാളുടെ കാല് വെട്ടിയോ നീ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആഴ്ചയിൽ അടികൂടലും അതിനെപ്പോഴും പഞ്ചായത്തും. ഇവിടെയുള്ളവർ അവിടെയും, അവിടെയുള്ള ആളുകൾ ഇവിടെയും. അങ്ങോട്ടും ഇങ്ങോട്ടും പോരുന്നല്ലേ. ഞങ്ങളും ഞങ്ങളുടെ ആൾക്കാരും അങ്ങോട്ടൊരു പ്രശ്നമുണ്ടാക്കണ്ടെന്ന് വിചാരിക്കുമ്പോ അവിടുത്തെ ഒരാൾ ആരും അറിയാതെ വന്ന് ഞങ്ങളിൽ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ദേഷ്യമുള്ളവരോട് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ലല്ലോ. കാല് വെട്ടിയിട്ട് എന്നെ ഫോൺ ചെയ്തിരിക്കുന്നു. നീയൊക്കെ കുത്തിത്തിരിപ്പ് നടത്തി അവനെ കൈവശപ്പെടുത്തി വെച്ചിട്ട് വലിയ വർത്തമാനം പറഞ്ഞോ? പിന്നെ ഞങ്ങൾ എടുത്തോളാം. ഡാ വീരമുത്തു, പഞ്ചായത്തിൽ സംസാരിക്കണ രീതിയാണോടാ ഇത്? സ്വത്തും പണമുണ്ടെന്ന് വെച്ച് നല്ല മനുഷ്യനാവില്ലടാ. നാട് നന്നായിരിക്കണമെന്ന് ആഗ്രഹം വേണം.